ഡാഡ മറിയം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ വിക്രം ഉദ്ഘാടനം ചെയ്ത കൊല്ലം പോളയത്തോടുള്ള RK വെഡ്ഡിങ്ങിൻ്റെ വീഡിയോ ആട്ടോ നമ്മൾ ചെയ്യുന്നത്. ഇനാഗ്രേഷൻ കഴിഞ്ഞ് ഏകദേശം ഒരു 2-3 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഷോപ്പിൽ പോയത്. അന്ന് തന്നെ നല്ല തിരക്കാന്നാണ് ഫ്രണ്ട്സൊക്കെ പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാൻ പോയത് ഒരു ഈവനിങ് ടൈമിലായിരുന്നു, ഒരു 5 മണി ആ സമയത്താണ് ഞാൻ പോയത്. അപ്പോൾ നമ്മൾ ചെന്ന് കയറുന്ന ഗ്രൗണ്ട് ഫ്ലോർ തന്നെ അടിപൊളിയായിട്ടോ. അവിടുത്തെ ഇൻറ്റീരിയർ വർക്കിൻ്റെ കാര്യമാണെങ്കിൽ നിങ്ങൾ അത് ചെന്ന് കാണേണ്ട കാര്യമാണ്, സൂപ്പറാണ്. അപ്പോൾ ആ ഒരു ഫ്ലോർ തന്നെയാണ് നമുക്ക് ലേഡീസിന് ചുരിദാർ, കുർത്തീസ്, മറ്റേ ടോപ്സ്, സ്കേർട്ട്സും കാര്യങ്ങളൊക്കെ വരുന്നത്. അവിടെ തന്നെ പെർഫ്യൂമിൻ്റെ ഒരു കളക്ഷൻസും കാര്യങ്ങളും അവിടെ വരുന്നുണ്ട്. നമുക്ക് എത്ര നോക്കിയാലും എത്ര നേരം നിന്നാൽ അതിനകത്ത് സമയം പോകുന്ന അറിയത്തേ ഇല്ല. കാരണം കളക്ഷൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ പെണ്ണുങ്ങളുടെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ, നമ്മൾ നോക്കി നിൽക്കും. അങ്ങനെ ഒരുപാട് നേരം ടോപ്സിൻ്റെ കളക്ഷൻസ് ഒക്കെ കണ്ടു. പിന്നെ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് പ്രൈസിൻ്റെ കാര്യം നമ്മൾ പേടിക്കേണ്ട. അതായത് നമുക്ക് ആവശ്യാനുസരണമുള്ള പ്രൈസിലുള്ള ടോപ്സും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. പിന്നെ സെക്കൻഡ് ഫ്ലോറിലോട്ടാണ് പോയത്. അപ്പോൾ ആ സമയത്ത് ലിഫ്റ്റിൽ കയറിയപ്പോൾ ജസ്റ്റ് കറണ്ട് വന്ന് പേടിച്ചു കേട്ടോ. എന്നാലും പെട്ടെന്ന് കറണ്ട് വന്നു. അപ്പോൾ സെക്കൻഡ് ഫ്ലോറിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കിഡ്സിൻ്റെ കളക്ഷൻ ഒരുപാടുണ്ട്. ഞാൻ നോക്കിയത് ഫ്രോക്കിൻ്റെ കളക്ഷനാണ്. അതുപോലെ വേറെ കളക്ഷൻസൊക്കെ കാണും അവിടെ. അപ്പോൾ ഫ്രോക്കിൻ്റെ കളക്ഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി. ഞാൻ വീഡിയോയിൽ വളരെ കുറച്ച് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് കാണുമ്പോഴേ അത് മനസ്സിലാവത്തുള്ളൂ. ആ ഒരു ഫ്ലോറിൽ തന്നെ അതേ കണക്ക് മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസും വരുന്നുണ്ട്. മെറ്റീരിയൽസിൻ്റെ കളക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഗൗണ്, അണക്ക്, ലെഹങ്കാസ്, അതുപോലെ ബ്ലൗസ്, ചുരിദാർ, ഇതിനുള്ള എല്ലാ മെറ്റീരിയൽസും അവിടെ ഉണ്ട്. മെറ്റീരിയൽസിൻ്റെ ഒരു വമ്പൻ കളക്ഷൻ, അതായത് നമുക്ക് ആവശ്യമുള്ള എല്ലാ കളക്ഷൻസും അവിടെ ഉണ്ട്. നമുക്ക് മറ്റൊരു ഷോപ്പിൽ പോകേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒരു വെഡ്ഡിങ് പർച്ചേസിനൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് തന്നെ എല്ലാം കിട്ടും എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. മെറ്റീരിയൽസ് ആയിക്കോട്ടെ, ബാഗ്സ് ആയിക്കോട്ടെ, ലേഡീസിൻ്റെ ചെപ്പൽസ്, ജെൻസിൻ്റെ ചെപ്പൽസ്, കിഡ്സ് കളക്ഷൻസ്, അങ്ങനെ ഒരുപാട്. പിന്നെ കിഡ്സിൻ്റെ ബേബീസിൻ്റെ മറ്റ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു മെറ്റീരിയൽസിൻ്റെ കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാലോ. പിന്നെ ഡിസൈൻ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം അവിടെ തന്നെ ഉണ്ട്. പിന്നെ ഓൾട്രേഷനും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട്. പക്ഷേ നമുക്ക് സ്റ്റിച്ചിങ് ബാക്കി ഗൗൺ സ്റ്റിച്ചിങ് കാര്യങ്ങളൊന്നും അവിടെ തുടങ്ങിയിട്ടില്ല. കാരണം ഷോപ്പ് ഓപ്പൺ ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഉടനെ അതൊക്കെ വരും എന്നാണ് പറയുന്നത്. പിന്നെ ബേബീസിൻ്റെ ന്യൂ ബോൺ ബേബീസിൻ്റെ കുറച്ച് കളക്ഷൻസും കൂടെ വേറെ അവിടെ ഉണ്ട്. അവരുടെ ക്യാപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് കുറച്ച് ഉള്ളൊരു സാധനം എന്ന് പറഞ്ഞാൽ ബാഗാണ്. പക്ഷെ കുറച്ചേ ഉള്ളെങ്കിലും നല്ല അടിപൊളി സെലക്ഷനാണ്. നല്ല അടിപൊളി ബാഗ്സാണ് ലേഡീസിൻ്റെ കളക്ഷനിലുള്ളത് കേട്ടോ. ഞാൻ കുറേ നേരം അതിൻ്റെ നേരം തന്നെ ചുറ്റിപ്പറ്റി നിന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ലേഡീസിന് എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ബാഗ്സും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ചെപ്പൽസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സാധനങ്ങൾ തീർന്നു പോയിക്കൊണ്ടിരിക്കുക. ഞങ്ങളൊരു ഷൂസ് ഇഷ്ടപ്പെട്ടിട്ട് അതിൻ്റെ ഒരു കുറച്ചുകൂടെ സൈസ് ചെറുത് ചോദിച്ചപ്പോഴത്തേക്ക് അവിടെ ഇല്ല. കാരണം അവർ പറഞ്ഞ് മാം തീർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്, സാധനങ്ങൾ ഇങ്ങനെ തീർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ട്രോളി ബാഗും കാര്യങ്ങളൊക്കെ നല്ല വിലക്കുറവിൽ അവിടെ ഉണ്ട്. ഞാൻ അതുകൊണ്ട് ബാഗിന് വിലക്കുറവായതുകൊണ്ട് ഒരു ബാഗ് എടുത്തിട്ടുണ്ടായിരുന്നു, അവിടെ നിന്ന് ട്രോളി ബാഗ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ലേഡീസിൻ്റെ ചെപ്പൽസ് വരികയാണെന്നുണ്ടെങ്കിൽ ഫാൻസി ചെപ്പൽസാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഡെയിലി നമുക്ക് ഇടാൻ പറ്റുന്ന ചെപ്പൽസും ഉണ്ട്, പക്ഷേ ഫാൻസി ചെപ്പൽസ് അടിപൊളി. പിന്നെ ഞാൻ വീണ്ടും കറങ്ങി ബാഗിൻ്റെ സെക്ഷനിലോട്ട് വന്നു കേട്ടോ. കാരണം എനിക്ക് ബാഗ് എടുക്കണമെന്നുണ്ടായിരുന്നു, പിന്നെ ഞാൻ എടുത്തില്ല. നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ബാഗ്സും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടുന്ന് ഇങ്ങനെ ഈ ഒരു ട്രോളി ബാഗ് മാത്രമാണ് എടുത്തത്. ഏകദേശം ഒരു 2200-400 ആ റേഞ്ചിന് വരുന്നൊരു ബാഗ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഞാൻ നോക്കിയത് നമുക്ക് വെഡ്ഡിങ് കളക്ഷനിൽ അല്ലെങ്കിൽ ഒരു ഗൗൺസും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു പല റേഞ്ചിനുള്ളത്, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. അതായത് നമുക്ക് പല റേഞ്ചിനുള്ള എടുക്കാൻ പറ്റും. 5000-ൻ്റെത്, 6000-ൻ്റെത്, 7000-ൻ്റെത്, 18000-ൻ്റെത്, അങ്ങനെ പല റേറ്റിനുള്ള കാര്യങ്ങളുണ്ട്. നമ്മൾ ബ്രൈഡ്സിനൊക്കെ ഇടാൻ പറ്റിയ ഒരുപാട് ഗൗൺസ് അവിടെ ഉണ്ട്. അതേപോലെ ആ ഒരു ഫ്ലോറിൽ തന്നെയാണ് ഫാൻസി സാരീസ്, പിന്നെ വെഡ്ഡിങ് ലെഹങ്കാസ്, ഇതൊക്കെ ഉള്ളത് ആ ഒരു ഫ്ലോറിൽ തന്നെയാണ്. സാരിയുടെ സെക്ഷനിലോട്ട് ഞാൻ കയറിയതേ ഇല്ല. ഞാൻ മൊത്തത്തിൽ ഇങ്ങനെ ഒന്ന് കാണിക്കുന്നുള്ളൂ. കാരണം കയറിയാൽ അവിടെ നിന്ന് ഇന്നൊന്നും പോകാൻ പറ്റത്തില്ല. 5 മണിക്ക് പോയിട്ട് തന്നെ 9:30 ഇറങ്ങിയപ്പോൾ. പിന്നെ നിന്നാൽ ഇരുട്ടുമല്ലോ. അതുകൊണ്ട് ആ ഒരു സമയത്ത് ഞാൻ സാരിയുടെ സെക്ഷനിലോട്ട് കയറില്ല. സാരിയുടെ സെക്ഷൻ അടിപൊളിയാട്ടോ. പിന്നെ കുറച്ച് നേരം ഫാൻസി സാരി നോക്കിയിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് വരുമ്പോൾ കാണാം. ഫാൻസി സാരി നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ലെഹങ്കയുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് വിവാഹത്തിന് നമുക്ക് ഇപ്പോൾ എല്ലാവർക്കും ഒരുപാട് പ്രൈസിനുള്ള എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് താഴ്ന്ന പ്രൈസിനുള്ളതുണ്ട്, ഏകദേശം ഒരു മീഡിയം പ്രൈസ്, അത് എനിക്ക് കൂടുതൽ. നമുക്ക് നല്ല റേഞ്ചിനുള്ള ലെഹങ്ക വേണമെങ്കിൽ അതും അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ കുറഞ്ഞ പ്രൈസിനുള്ളത് നമുക്ക് കിട്ടും എന്നൊരു കാര്യം നമ്മളവിടെ മനസ്സിലാക്കിയിരിക്കണം. അവിടുത്തെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നിയതും അതാണ്. നമുക്ക് സാധാരണക്കാർക്ക് ചെന്നാലും അല്ലെങ്കിൽ ഇപ്പം നല്ല ഫംഗ്ഷന് ഒരുപാട് ക്യാഷ് ചിലവാക്കി ഡ്രസ്സൊക്കെ എടുക്കുന്ന ആൾക്കാരാണെങ്കിലും അങ്ങനെ എല്ലാവർക്കും ഡ്രസ്സ് എടുക്കാൻ പറ്റുന്നൊരു കളക്ഷൻ അവിടെ ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പിന്നെ
പിന്നെ ഒരു ഇന്റീരിയർ വർക്കിൻ്റെ അത് പറയണ്ടല്ലോ. ഞാൻ ഓരോ ഫ്ലോറിൽ പോകുമ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓരോ ഫ്ലോറിലും അതിൻ്റേതായ രീതിയിലുള്ള അടിപൊളി ഇന്റീരിയർ ഡിസൈനും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ഗൗണൊക്കെ ഏകദേശം 2500, 3000. ഇതും വെഡ്ഡിങ് കളക്ഷനിലുള്ളതാണ്. എന്നാലും 2500, 3000 ആ റേഞ്ചിനൊക്കെ വരുന്ന ഗൗൺസും കാര്യങ്ങളൊക്കെ ഉള്ളത്. എനിക്ക് ഒന്ന് രണ്ട് ഗൗൺസ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ നോർമലായിട്ടുള്ളത്. ഇതൊക്കെ നിങ്ങൾ കണ്ടല്ലോ, ഈ ഒരു റേഞ്ചൊക്കെ എന്ന് പറയുമ്പോൾ 2500, 2700 ഇരിക്കും. പിന്നെ അവിടുത്തെ കസ്റ്റമർ സർവീസ് നല്ലതായിരുന്നു കേട്ടോ. നമ്മളെ കൊണ്ട് അവർ എടുപ്പിക്കും എങ്ങനെയെങ്കിലും. പിന്നെ ഈ ഒരു ഗൗൺ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇതിൻ്റെ റേറ്റ് എനിക്ക് ഓർമ്മയില്ല. ഇത് കാണുന്ന പോലെയല്ല, ഇത് ഇട്ട് കാണുമ്പോൾ നല്ല രസമായിട്ടോ. ഒരു വൈൻ റെഡ് കളറിൽ വരുന്ന ഒരു 3400, 3600 വില വരുന്ന ഉള്ളത്. പിന്നെ നമുക്കൊരു ഫാൻസി സാരീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാൻസി സാരീസ് കുറച്ച് റേറ്റ് കൂടുതലാണ്. വില കുറഞ്ഞതില്ലെന്നല്ല, ഏകദേശം ഒരു 2500, 3000 രൂപയ്ക്ക് സ്റ്റാർട്ടിങ് പ്രൈസിൽ വരുന്നുണ്ട്. പിന്നെ ഉള്ളത് നമുക്ക് 5000, 7000, 12000. ഈ സാരീസിൽ പിന്നെ പൊതുവെ വില കൂടുതലാണ്. പിന്നെ ഒരു 13, 15 അങ്ങനെ പല റേറ്റിലുള്ളത്, കുറഞ്ഞതുകൊണ്ട് കൂടിയതുകൊണ്ട്. ഇതൊക്കെ അത്യാവശ്യം റേറ്റാവും. ഈ സാരിയൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 9000, 8000 ആ റേഞ്ച് വരുന്നതാണ്. നമുക്ക് നല്ല പേസ്റ്റൽ കളേഴ്സിലുള്ള ഒരുപാട് നല്ല ഫാൻസി സാരീസ് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ജെൻസിൻ്റെ സെക്ഷനിലോട്ട് ഞാൻ കയറിയിട്ട് നോക്കിയതില്ല, കാരണം അതിങ്ങനെ കയറിയാൽ അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റത്തില്ല. ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാനുള്ള നിർവാഹമുള്ളൂ, കാരണം സമയം ഒരുപാടായി, വിശപ്പിൻ്റെ നേരമായി. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴും നല്ല തിരക്ക്. അവിടെ നിന്ന് ആളിനും ബില്ലിട്ടിട്ടൊന്നും ആൾക്കാർ ഇറങ്ങിയിട്ട് തീരുന്നില്ല, അത്രയ്ക്ക് തിരക്കുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കൊല്ലം റാഹത്തിൽ കയറിയിട്ട്, ഞങ്ങൾ കസിൻസോട്ടൊക്കെ ആയിരുന്നു കേട്ടോ പോയത്. കൊല്ലം റാഹത്തിൽ കയറിയിട്ട് ഫുഡ് കഴിച്ചു. ബ്രോസ്റ്റും മന്തിയൊക്കെ ആയിരുന്നു കഴിച്ചത്. അതൊക്കെ കഴിച്ചിട്ട് പെട്ടെന്ന് വീട് പിടിക്കണമായിരുന്നു. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് പറ്റുമെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും ഷോപ്പ് ഉറപ്പായിട്ടും പോകണം, നല്ല കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.